നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ പള്ളിക്കൽ കാട്ടുപുതുശ്ശേരി മാർക്കറ്റ് വീഡിയോ ആണ്. രാവിലെ 7 മണിക്ക് തന്നെ ചന്ത തുടങ്ങിയിരിക്കുകയാണ്. ചെറിയൊരു ചാറ്റൽ മഴ തുടങ്ങിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഫേസ്ബുക്ക് പേജും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. ഇനിയെല്ലാം ലക്ഷങ്ങളുടെ കളിയാണ് നടക്കുന്നത്. ഇനിയൊരു 2-3 ആഴ്ചക്കാലം. നമ്മൾ ആദ്യം കണ്ട ഗീറിൻ്റെ മൂരിക്കുട്ടന് 21 രൂപയാണ് ചോദിച്ചത്. മഴ തുടങ്ങിയിട്ടുണ്ട്. നല്ല വലിയ പോത്തുകൾ വന്നിട്ടുണ്ട്. വലിയ കാള, മൂരി ഇതെല്ലാം വന്നിട്ടുണ്ട്. ഒരുപാട് പല ടൈപ്പിലുള്ള മൂരിക്കുട്ടികൾ വന്നിട്ടുണ്ട്. 25-27 ഒക്കെ ചോദിക്കുന്ന മൂരിക്കുട്ടികൾ ഭാഗത്ത് നിൽപ്പുണ്ട്. 35 രൂപ ചോദിക്കുന്ന സാധനങ്ങളുണ്ട്. അങ്ങനെ മഴ തുടങ്ങിയിരിക്കുകയാണ്. നമ്മളൊരു വണ്ടിയുടെ സൈഡിനകത്ത് കയറി നിൽക്കുകയാണ്. ശക്തമായ മഴ തുടങ്ങിയിരിക്കുകയാണ്. നല്ല രീതിക്ക് ചന്ത തുടങ്ങി വന്നിരിക്കുകയായിരുന്നു. മഴ തോരട്ടെ. അങ്ങനെ ഒരുവിധം മഴ തോന്നിരിക്കുകയാണ്. തുടങ്ങിയപ്പോൾ ആ ഒരു ഗുമ്മങ്ങ് മാറി. ആൾക്കാരെല്ലാം പല വഴിക്കായി പോയിരിക്കുകയാണ്. ഇനി എല്ലാവരും തിരിച്ച് ചന്തയിൽ വരണം. എനിക്കിന്ന കുട്ടികൾ 26 രൂപ മേനി വില ചോദിക്കുന്നുണ്ട്. വളർത്തുകുട്ടികളാണ്. 26,000 രൂപ മേനി വില ചോദിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ഹൈറ്റ് നീളം ഒരു 50-55 കിലോയ്ക്ക് അടുത്ത് മീറ്റ് വരുന്ന, 40 കിലോ മീറ്റ് വരുന്ന, 45 കിലോ മീറ്റ് വരുന്ന കുട്ടികളാണ് ഈ നിൽക്കുന്നതെല്ലാം. 26 രൂപ ചോദിക്കുന്നുണ്ട്. നമ്മൾ സുഹൃത്തിന് വേണ്ടി അതിലൊരു കുട്ടി നമ്മൾ ചോദിച്ചിട്ടുണ്ട്. 20 രൂപ വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 24 രൂപ കുറഞ്ഞ് കൊടുക്കില്ലെന്നാണ് പറയുന്നത്. നമ്മൾ 20 രൂപ വരെ പറഞ്ഞ് മാറി നിൽക്കുകയാണ്. വേറൊരാൾ വന്നിപ്പോൾ അതിൽ വില പറയുന്നുണ്ട്. അവരും 18-19 വരെയൊക്കെ പറഞ്ഞുള്ളൂ. നമ്മളാണ് ഇപ്പോൾ ഇത്തിരി 1000 രൂപ കൂടുതൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നല്ല കുട്ടികളാണ്. ഇന്നലെ ലോഡ് വന്നതാണ്. പക്ഷേ തീറ്റയും കൂടിയൊന്നും ഇല്ലാതെ 2-3 ദിവസം യാത്ര ചെയ്ത് വന്നതിൻ്റെ ക്ഷീണമുണ്ട്. നല്ലൊരു കുട്ടിയായിരുന്നു. അങ്ങേ അറ്റം നിൽക്കുന്ന കുട്ടിയാണ് നമ്മൾ വില ചോദിച്ചത്. മൂന്നാമത് നിൽക്കുന്ന കുട്ടിയാണ് ചോദിച്ചത്. വയറൊക്കെ ഒട്ടി നിൽക്കുകയാണ്. നല്ല വാലിറക്കവും നല്ല നെറ്റി വിരിവൊക്കെ ഉള്ള, നല്ല ഹൈറ്റ് ഇടനീളമൊക്കെ ഉള്ള കുട്ടിയായിരുന്നു. വേറെയും കുട്ടികൾ ഒരുപാട് നിൽപ്പുണ്ട്. നമ്മൾ എന്തായാലും ഇതിന് നമുക്ക് അത്രയും ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് വീണ്ടും നമ്മളൊന്ന് വില ചോദിച്ച് നിൽക്കുന്നത്. 20 രൂപ വരെ നമ്മൾ പറഞ്ഞ് നിൽക്കുകയാണ്. നോക്കാം കച്ചവടം നടക്കുമോ ഇല്ല എന്ന്. എന്തായാലും ഒരു 10,000 രൂപയുടെ മാറിയ കച്ചവടം നടക്കുമോ ഇല്ലെന്ന് അറിയില്ല. ഇവിടെയും കുട്ടികൾ നിൽപ്പുണ്ട്. പല റേറ്റിനുള്ള കുട്ടികൾ നിൽപ്പുണ്ട്. ശരാശരി ഇവിടെ ഒരാളൊരു പോത്തും കുട്ടിയെ മേടിച്ചിരിക്കുകയാണ്. 15 രൂപ എടുത്ത് പോത്തും കുട്ടിയെ മേടിച്ചിട്ടുണ്ട്. 15,000 രൂപ എന്നാണ് പറഞ്ഞത് ചോദിച്ചപ്പോൾ. 15 രൂപ ഇപ്പോഴത്തെ വില അനുസരിച്ച് കൂടുതൽ തന്നെയാണ്. പക്ഷേ പോത്ത് കുട്ടികൾക്ക് ഇനി ഒരു 3-4 മാസത്തേക്ക് വില കൂടുതലാണ്. ഇവിടെ വലിയ പോത്തുകളാണ് നിൽക്കുന്നത്. 1,40 രണ്ടും കൂടി ചോദിക്കുന്നത്. 1,40 രണ്ട് പോത്തിനും കൂടി 1,40 ചോദിക്കുന്നുണ്ട്. വലിയ പോത്തുകൾ കണ്ടമാനം വന്നിട്ടുണ്ട്. ഇനിയെല്ലാം ലക്ഷങ്ങളുടെ കളിയാണ്. ഇനി 2-3 ആഴ്ച. പോത്തായാലും മൂരിയായാലും കളയാലും നല്ലൊരു പോത്താണ് നിൽക്കുന്നത്. ഇത് വളർത്താൻ പറ്റിയ നല്ലൊരു പോത്താണ്. അത്യാവശ്യം മീറ്റ് കയറി തുടങ്ങിയുള്ളൊരു 100 കിലോയ്ക്ക് അടുത്ത് മീറ്റ് കയറി തുടങ്ങിയതാണ്. മൂരിക്കുട്ടികൾ ഇപ്പോൾ ഉണ്ട്. 25 രൂപ 23 രൂപയൊക്കെ ചോദിക്കുന്ന മൂരിക്കുട്ടികൾ ഇതായി ഇവിടെ നിൽപ്പുണ്ട്. വലിയ മൂരി വന്നിട്ടുണ്ട്. അത് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കാണാം. 1,4 ലക്ഷം രൂപ ചോദിക്കുന്ന മൂരിയാണ് നിൽക്കുന്നത്. ഒരു ഗീറിൻ്റെ ഇനത്തിൽപ്പെട്ട, ഗീറും സഹിവാളും കൂടി ചേർന്നാണെന്ന് തോന്നുന്നു. ശരിക്കുള്ള ഗീറല്ല. അറിയാമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക. 2 വന്നിട്ടുണ്ട്. ഓരോന്നിനും 1,4 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. 1,4 ഒന്നതും അങ്ങ് അപ്പുറത്ത് നിൽപ്പുണ്ട്. 2 വരുന്ന ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അതിനും 1,4 ലക്ഷം രൂപ തന്നെയാണ് ചോദിക്കുന്നത്. എല്ലാ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും ശനിയാഴ്ചയാണ് ഇവിടെ ചന്ത. രാവിലെ 7 മണിക്ക് തുടങ്ങും. വേറെയും പോത്തുകൾ നിൽപ്പുണ്ട്. 75,000, 80,000, 1 ലക്ഷം രൂപയൊക്കെ ചോദിക്കുന്ന പോത്തുകളും ഇവിടെ നിൽപ്പുണ്ട്. 2 മൂരിക്കുട്ടികൾ നിൽപ്പുണ്ട്. കച്ചവടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നോക്കാം കച്ചവടം നടക്കില്ല എന്ന്. നല്ലൊരു പൈക്കുട്ടി ഇവിടെ നിൽപ്പുണ്ട്. പൈക്കുട്ടി തറപ്പശുക്കൾ ഇവിടെ ഒരു കുറച്ച് പശുക്കൾ നിൽപ്പുണ്ട്. പോത്ത് നിൽപ്പുണ്ട്. 65,000, 70,000 ഒക്കെ പറയുന്ന, 75 പറയുന്ന പോത്തുകളും ഈ ഭാഗത്ത് നിൽപ്പുണ്ട്. ഒരുപാട് പോത്തുകൾ വന്നിട്ടുണ്ട്. കുടിപ്പോത്തുകൾ, പെരുന്നാൾ പ്രമാണിച്ചുള്ള പോത്തുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. 50,000 രൂപയ്ക്ക് മുകളിലോട്ടെ ഇന്ന് പോത്തുകൾ വലിയ പോത്തുകളെ കിട്ടത്തുള്ളൂ. 50,000 താഴെ
വളർത്തു കുട്ടികളെ കിട്ടത്തുള്ളൂ. നല്ല പോത്തുകളാണ്, ജോഡി പോത്തുകളാണ് ഇത് അവിടെ നിൽക്കുന്നത്. 1.30 1.40 ചോദിക്കുന്നത്, 1.5 ചോദിക്കുന്ന പോത്തുകളുമുണ്ട്. ജോഡി ഉണ്ട്. കളക്കുട്ടന്മാർ ഇത് ഇവിടെ നിൽപ്പുണ്ട്. മഴ പെയ്ത് നനഞ്ഞ് ആകെ ക്ഷീണിച്ച് നിൽക്കുകയാണ്. ആ മഴ പെയ്തോടുകൂടി ചന്തയിൽ ആ ഒരു ഗുമ്മങ്ങ് മാറിപ്പോയി. നല്ല രീതിയിൽ ചന്ത തുടങ്ങിയതായിരുന്നു. പലരും പല വഴിക്കായിപ്പോയി. പലതും കച്ചവടം പറഞ്ഞിങ്ങനെ നിൽക്കുമായിരുന്നു. 1.25 ലക്ഷം രൂപ മരിക്കുട്ടനാണ് നിൽക്കുന്നത്. നല്ല സൈസ് തന്നെ, വീഡിയോ കാണുന്ന കണക്കല്ല, അത്യാവശ്യം നല്ല ഹൈറ്റ് കിടന്നുകളൊക്കെ ഉണ്ട്. ചോദിച്ചപ്പോൾ ഒരു 300 കിലോ വരുമെന്നാണ് അവർ പറയുന്നത്. 300 കിലോ വരുമെന്നാണ് പറയുന്നത് മീറ്റ്. ഒരെണ്ണ ഏകദേശമൊക്കെ കച്ചവടം നടക്കാൻ ചാൻസ് ഉണ്ട്. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കാം എത്രയൊക്കെയാണ് കച്ചവടം ആവുന്നതെന്ന്. നമ്മൾ ആദ്യം കണ്ട ആ മുരിക്കുട്ടൻ, ഗീറിൻ്റെ മുരിക്കുട്ടൻ കച്ചവടമായിട്ടുണ്ട്. 17,500 ഈ കുട്ടി കച്ചവടമായത്. 17,500 നമുക്കൊരു 12 രൂപ വരെ നോട്ടം ഉണ്ടായിരുന്നു, പക്ഷെ അതിൽ മേലെ പോയി. പിടിപ്പോത്താണ്, പെരുന്നാൾ പോത്ത്. തനിച്ചുകൊണ്ട് കെട്ടിയേക്കുന്നത്, കച്ചവടം ആയതുകൊണ്ടെന്ന് അറിയില്ല. ഇവിടെയും വലിയ വലിയ പോത്തുകൾ നിൽപ്പുണ്ട്. കച്ചവടം ആയിട്ടില്ല. കച്ചവടം ആവില്ലെന്ന് നമുക്ക് നോക്കാം. പോത്തുകൾ കണ്ടമാനം വരവ് പോത്തും കുടിപ്പോത്തുകളൊക്കെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. നമ്മൾ വീണ്ടും ആ പോത്തും കുട്ടിയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. നമ്മൾ 21 രൂപ പറഞ്ഞിട്ടുണ്ട്. 1000 രൂപയുടെ കയറ്റി വെച്ചിട്ടുണ്ട്. 500, 20,500 പറഞ്ഞ് 21 പറഞ്ഞിട്ടുണ്ട്. അതിന് നടക്കില്ലെന്നാണ് പുള്ളി. 24 രൂപ കുറഞ്ഞ് കൊടുക്കില്ലെന്നാണ് പറയുന്നത്. പോത്തുകുട്ടി 3-4 ദിവസം യാത്ര ക്ഷീണിച്ച് വന്നേക്കാണ്. തികച്ചി മുളക് കൊടുത്തു കഴിഞ്ഞാൽ ക്ഷീണമൊക്കെ മാറിക്കഴിഞ്ഞാൽ 10-28 രൂപ വിൽക്കുന്ന കുട്ടിയാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇവിടെയും പല റേറ്റിനുള്ള കുട്ടിയുണ്ട്. 30,000, 27,000 ഒക്കെ പറയുന്ന കുട്ടികളും എന്താ ഇതിൽ നിൽപ്പുണ്ട്. 20 രൂപ പറയുന്ന കുട്ടികൾ നിൽപ്പുണ്ട്. ചെറിയ കുട്ടികൾ ആ അറ്റത്ത് നിൽക്കുന്നത്. പോത്തും കുട്ടികൾക്ക് ഇനി എല്ലാം പിടിവലി തന്നെയാണ്. ഇവിടെ നല്ല സൈസ് കുട്ടികൾ നിൽപ്പുണ്ട്. ഒരു 6 മാസം കൊണ്ടൊക്കെ സെറ്റാവുന്ന പോത്തുകളാണ് നിൽക്കുന്നത്. വലിയ പോത്തുകളൊക്കെ ഇതാ ഇവിടെ നിൽപ്പുണ്ട്. എപ്പോഴായാലും നമ്മളൊരു 10,000-2,000 കൂടി വരും. ഇത്തിരി സൈസ് പോത്തിനെ വഴികൾ ഒരു 10-75 കിലോ 80 കിലോയ്ക്ക് അടുത്ത് മീറ്റ് വരുന്ന പോത്തും കുട്ടികളെ മേടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 6 മാസം കൊണ്ട് സെറ്റാക്കി എടുക്കാൻ പറ്റും. തീരെ പൊടി കുഞ്ഞുങ്ങളെ മേടിച്ച് കഴിഞ്ഞാൽ 1 വർഷത്തിന് മേളിൽ നമ്മൾ നോക്കേണ്ടി വരും. 70,000 ഒക്കെ പറയുന്നത് ആ പോത്തുകൾ ഇതാ ഇവിടെ നിൽപ്പുണ്ട്. അവർ സംസാരിക്കുന്നുണ്ട്. ഇതാ ഒരു വലിയൊരു മൂരിക്കുട്ടൻ ഇതാ ഇവിടെ നിൽപ്പുണ്ട്. കച്ചവടം കഴിഞ്ഞാണോ എന്നറിയില്ല. അവനെ തനിച്ച് കൊണ്ട് കെട്ടിയിരിക്കുകയാണ്. ഒരു വലിയ പോത്ത് എന്താ ഇവിടെ നിൽപ്പുണ്ട്. അത് വരവ് പോത്താണ്, ആന്ധ്രയിൽ നിന്ന് വന്ന പോത്താണ്. പോത്തും എരുമയും എല്ലാം എന്താ ഈ ഭാഗത്ത് നിൽപ്പുണ്ട്. എല്ലാം വരവ് പോത്താണ്, പോത്തും എരുമയും. നല്ല റേറ്റിനുള്ള എരുമയും പോത്തും ഇവിടെ നിൽപ്പുണ്ട്. പെരുന്നാൾ അടുത്ത് വന്നപ്പോൾ എല്ലാവരും ചന്തയിൽ കയറി തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ പോത്തുകളെല്ലാം കൊടുത്തിട്ട് 2-3 ആഴ്ചയായി. നമ്മൾ ഫ്രീ ആണ്. നല്ല കുട്ടികളെ കിട്ടിയാൽ നമ്മൾ എടുക്കും, ഇല്ലെങ്കിൽ നമ്മൾ നൈനാമലയിൽ പോയി എടുക്കും. ഇവിടെയും 2 വരവ് പോത്താണ്. നല്ല സൈസ് 2 വരവ് പോത്ത് തന്നെയാണ് നിൽക്കുന്നത്. 1.60 1.70 ഒക്കെ ചോദിക്കുന്ന ജോഡി. സൈസ് 2 പോത്ത് തന്നെയാണ്. ഒരു വലിയ കിടച്ചൊരു പോത്ത് ഇവിടെ നിൽപ്പുണ്ട്. പോത്തുകൾ കണ്ടമാനം വന്നിട്ടുണ്ട് ഇന്ന് ചന്തയിൽ. പക്ഷെ രാവിലെ ആ മഴ പെയ്യാതിരുന്നെങ്കിൽ കിടിലൻ ചന്തയായിരുന്നു. കാരണം നല്ല കച്ചവടങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞായിരുന്നു. കച്ചവടത്തിൻ്റെ വക്കിലെത്തിയപ്പോഴാണ് ആ മഴ തുടങ്ങി. പലരും പല വഴിക്കായി. എല്ലാം വിൽപ്പനയ്ക്കുള്ള കന്നുകാലികളാണ്. പോത്ത് എരുമയൊക്കെ കിടക്കുന്നുണ്ട്. ഇതെല്ലാം ഇന്നലെ വന്ന ലോഡാണ്. ഇതെല്ലാം നമുക്കൊന്ന് ഓടി നടന്ന് കണ്ടിട്ട് നമുക്ക് ചന്തയ്ക്കകത്തോട്ട് കയറാം. നമ്മൾ ഗ്രൂപ്പിലുള്ള സുഹൃത്ത് വന്നിട്ടുണ്ട്. പുള്ളിക്ക്
ഒരു പോത്തുംകുട്ടി മേടിക്കണം. പുള്ളിക്ക് വേണ്ടിയാണ് നമ്മൾ മറ്റേ കുട്ടിയെ 21 രൂപ വരെ പറഞ്ഞത്. ഇവിടെ വലിയൊരു പോത്ത് കിടപ്പുണ്ട്, വരവ് പോത്താണ്. അത് പോത്തുംകുട്ടികളാണ് ഈ കിടക്കുന്നതെല്ലാം, വിൽപ്പനയ്ക്കുള്ളതാണ്. അവിടെ കച്ചവടം നടക്കുന്നുണ്ട്. അവരിങ്ങോട്ട് വന്നെങ്കിൽ ഇതിൻ്റെ ഓരോന്നിൻ്റെ വില ചോദിക്കാമായിരുന്നു. എന്തായാലും ഇവിടുത്തെ റേറ്റ് അനുസരിച്ച് ഒരു 18, 20, 23 രൂപയൊക്കെ ചോദിക്കുന്ന പോത്തുംകുട്ടികളൊക്കെ തന്നെയാണ് കൂടുതലും കിടക്കുന്നത്. ആന്ധ്രയിൽ നിന്ന് വന്ന മുരിക്കുട്ടനാണ്. അത് 2 ആഴ്ചയ്ക്ക് മുന്നേ നമ്മളിവിടെ വന്നപ്പോൾ ആകെ ക്ഷീണിച്ച് നിന്നാണ്. ഇപ്പം നല്ല തീറ്റയും വെള്ളമൊക്കെ കുടിച്ച് പാട്ടിപ്പുള്ളിയായത്. കാണാൻ നല്ല സെറ്റായൊരു മുരിക്കുട്ടൻ തന്നെയാണ് ഈ നിൽക്കുന്നത്. കറവ പശു ഇവിടെ നിൽപ്പുണ്ട്. കാരണം ആമ്പിനകത്ത് ഒരുപാട് പോത്തുംകുട്ടികൾ നിൽപ്പുണ്ട്. നമ്മളതിനകത്ത് പോയി നോക്കി സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. ഇവിടെ വന്നു കഴിഞ്ഞാൽ പോത്തുകുട്ടികളെ ആവശ്യമുള്ളവർക്ക്. ചെറിയ കുട്ടികളും വലിയ ഇച്ചിരി സെറ്റായ കുട്ടികളൊക്കെ നിൽപ്പുണ്ട് അവിടെ. വീണ്ടും മഴ ചാറുന്നു. നല്ലൊരു പോത്തുംകുട്ടിയാണ് നിൽക്കുന്നത്. 26 രൂപയ്ക്ക് കൊടുക്കാന്നാ പറയുന്നുണ്ട് അതിൻ്റെ. അങ്ങനെ നമ്മൾ ആ പോത്തുംകുട്ടിയുടെ അടുത്ത് വീണ്ടും വന്ന് നമ്മൾ ചോദിച്ചു 21 രൂപ പുള്ളിയുടെ കൈ കൊടുത്തിട്ട് പുള്ളി മേടിക്കുന്നില്ല. നമ്മൾ സുഹൃത്തൂടെ വന്ന് സംസാരിക്കുകയാണ്. ആവശ്യത്തിനുള്ള 21 രൂപ എടുത്ത് 21,500 പറഞ്ഞിട്ടുണ്ട്. 500 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞ് പുള്ളിയെ സമ്മതിക്കുന്നില്ല. 24 രൂപ കുറച്ച് തരൂലെന്നാണ് പറയുന്നത്. ചിലപ്പോൾ അത് 22 രൂപയ്ക്ക് മറിയാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു പോത്തുംകുട്ടി അത്യാവശ്യം ഒരു 50-55 കിലോയ്ക്ക് അടുത്ത് മീറ്റ് വരുന്ന പോത്തുംകുട്ടിയാണ്. നല്ല നയമ്പുള്ള കുട്ടിയാണ്. എന്തായാലും നമ്മൾ മാക്സിമം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളിയിൽ ബഡ്ജറ്റും കുറവാണെന്നാണ് പറഞ്ഞത്. എന്തായാലും ചിലപ്പോൾ അത് 22 രൂപയ്ക്ക് മറിയാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അത് 22 രൂപയ്ക്ക് മറിഞ്ഞ മട്ട് തന്നെയാണ്. ലാസ്റ്റ് അയാൾ പറയുന്നത് 23 രൂപയാണ് തന്നേക്കാന്ന് പറഞ്ഞ്. നമ്മളത് 22 രൂപയ്ക്ക് തന്നെ മേടിക്കാന്നുള്ള പരിപാടിയിലാണ്. ഓക്കെ, അത് 22 രൂപയ്ക്ക് മേടിച്ചിരിക്കുകയാണ്. നമ്മുടെ ഗ്രൂപ്പിലെ മെമ്പറും കൂടിയാണ്. 22 രൂപയ്ക്ക് മേടിച്ചിരിക്കുകയാണ്. എടുത്ത വില അനുസരിച്ച് നഷ്ടമില്ല. ഒരു 2 ദിവസം വെള്ളം തീറ്റയൊക്കെ എടുത്ത് വരുമ്പോൾ പുള്ളി പോത്തിൻ്റെ ആ ഒരു നല്ലൊരു ഇത് വരും. അങ്ങനെ വണ്ടി വന്നിരിക്കുകയാണ്. നമ്മളതിനെ കയറ്റി വിടാനുള്ള പരിപാടിയാണ്. പുള്ളി അങ്ങ് തിരിച്ചു പോകുന്നതെന്ന് പറഞ്ഞു. 22 രൂപ പോത്തിൻ്റെ വിലയാണ്. അത്യാവശ്യം നല്ല പട്ടക്കനൊക്കെ ഉള്ള നല്ല നട്ടെല്ലൊക്കെ വിരിവുള്ള ഒരു പോത്തുംകുട്ടി തന്നെയാണ്. അങ്ങനെ അവർ യാത്രയായിരിക്കുകയാണ്. വരവൂർ തെക്കും ഭാഗത്തേക്കാണ് ഈ പോത്തുംകുട്ടി പോകണം. ഇനി പുള്ളിയുടെ 2 പോത്തുംകുട്ടിയുടെ ഉണ്ട്. അത് നമ്മൾ വേറൊരാൾ വന്ന് വില ചോദിക്കുകയാണ്. ഒന്നിത്തിരി ചെറുതാണ്. ഇതിൻ്റെ നിൽക്കുന്ന ജോഡിയാണ് നമ്മൾ പുള്ളിക്ക് വാങ്ങിയത് ഒരെണ്ണം. പക്ഷെ എനിക്കത് ഫസ്റ്റ് വന്ന് കണ്ടപ്പോഴേ 2നെ ഇഷ്ടപ്പെട്ടതായിരുന്നു. 52 രൂപയാണ് 2-നോട് ചോദിച്ചത്. അങ്ങനെ നമ്മൾ 22 രൂപയ്ക്ക് ഒരെണ്ണത്തിനെ മാത്രം മേടിച്ചിരുന്നു. 2 കൂടെ ആയിരുന്നെങ്കിൽ ഇതുകൂടെ ഇതാനായിരുന്നു. 20 രൂപ ചോദിക്കുന്നുണ്ട്. ചിലപ്പോൾ അത് 21 രൂപയ്ക്ക് മറിയും ഈ പോത്തുംകുട്ടി. 20 ആണോ 21 ആണോന്ന് കറക്റ്റ് അറിയാൻ വയ്യ. ആൾക്കാർ മേടിച്ച് പറഞ്ഞ വിലയെന്ന് പറയുന്നുണ്ട്. പറഞ്ഞ വില എത്രയാണ് നമ്മൾ കേട്ടില്ല. ഓക്കെ, ചിലപ്പോൾ അത് 20 ആവാൻ ചാൻസ് ഉണ്ട്, 21 ആവാൻ ചാൻസ് ഉണ്ട്. ഇതിനിടയ്ക്ക് തന്നെയാണ് അത് വിറ്റിരിക്കുന്നത്. ഈ പോത്തുംകുട്ടി 20, 21 ഇതിനിടയ്ക്ക് തന്നെയാണ് വിറ്റിരിക്കുന്നത്. അതിന് മേലോട്ടല്ല. നമ്മൾ ഇതിവിടെ കച്ചവടം നടന്ന സമയത്താണ് അത് വില പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് നമ്മൾ അത് ശ്രദ്ധിച്ചിട്ടില്ല. വാങ്ങാൻ വന്നവർ പറഞ്ഞ വില തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ 20, 21 ഈ ഒരു പോത്തുംകുട്ടിക്ക് വിലയായത്. 20 അല്ലെങ്കിൽ 21, അതിനപ്പുറം ആയിട്ടില്ല. അത് ഏകദേശം നല്ലൊരു ഇത്തിരി സൈസ് പോത്തുംകുട്ടി തന്നെയാണ്. ഇവിടെ ഒരു പോത്തുംകുട്ടി അവർ മേടിച്ചിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ഒരു 20, 21 അതിൽ കൂടുതലായിട്ടില്ല ഈ പോത്തുംകുട്ടിക്ക്. ഈ കുട്ടികളൊക്കെ നിന്ന് നനഞ്ഞ് അതിൻ്റെ ഉപ്പാട് വന്നിരിക്കുകയാണ്. പിന്നെ ഇത്രയും ദിവസം ചൂടായതുകൊണ്ട് ഈ ഒരു മഴ വിഷയമല്ല. അങ്ങനെ ഒരു
എൻ്റെ കൂടെ വന്ന ഒരെണ്ണം കച്ചവടമായി. ഒരെണ്ണം ദാ ഇപ്പോഴും ചന്തയിൽ നിൽക്കുകയാണ്. 1.25 ലക്ഷം രൂപയാണ് ചോദ്യം. ഒന്ന് ഇതാ അവിടെ ആ ഭാഗത്ത് നിൽപ്പുണ്ട്. ആരോ വാങ്ങി. നമ്മളപ്പുറം കറങ്ങി വന്നപ്പോഴത്തേക്ക് ഇവിടെ കച്ചവടം കഴിഞ്ഞായിരുന്നു. എന്തായാലും ഒന്നിന് മേളിലേ അത് കച്ചവടം നടക്കുള്ളൂ. നമുക്ക് അതിനിടെ കണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. താഴെ കൊണ്ട് കെട്ടിയിരിക്കുകയാണ് അതിനെ. വലിയ പോത്തുള്ളൊക്കെ റാമ്പിൽ ഇതാ ഇവിടെ നിൽപ്പുണ്ട്. ഞാൻ വീട്ടിൽ വിളിച്ച് ചോദിക്കാന്ന് വിചാരിച്ചാ ഞാൻ എടുത്തോണ്ട് ആ നിൽക്കുന്ന ഒരെണ്ണം ഓടിച്ചനായിരുന്നു. 1 രൂപയ്ക്ക് താഴെ എന്തായാലും കച്ചവടം നടക്കൂല. 1 രൂപയ്ക്ക് മേളിലോട്ടേ അത് കച്ചവടം നടക്കുള്ളൂ.